ബി.ജെ.പി. രാമക്ഷേത്രത്തെയും ശ്രീരാമനെയും ഒക്കെ മുൻനിർത്തി ഇപ്പോൾ കളിക്കുന്ന ഈ കളികളുണ്ടല്ലോ, അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വരാനുള്ള അവസാന കളികൾ. ആ കളികൾ എന്തുകൊണ്ടാണ് ബി.ജെ.പിക്ക് കളിക്കേണ്ടി വരുന്നത് എന്നതിൻ്റെ കാരണം ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട്. ആ കാരണം ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. അത് ബി.ജെ.പിയുടെ ആഭ്യന്തര റിപ്പോർട്ടാണ്. ഈ ആഭ്യന്തര റിപ്പോർട്ടിനകത്ത് പറയുന്ന പ്രധാനപ്പെട്ട വിഷയം, കഴിഞ്ഞ തവണ ഉത്തരേന്ത്യയിൽ ഉണ്ടായ സീറ്റുകൾ, കിട്ടിയ സീറ്റുകൾ ഇത്തവണ നിലനിർത്താൻ കഴിയില്ല എന്നാണ്. കഴിഞ്ഞ തവണ ഉത്തരേന്ത്യയിൽ നിന്ന് മാത്രം 278ഓളം സീറ്റുകളാണ് ബി.ജെ.പി. നേടിയത്. അത് ഇത്തവണ നിലനിർത്താൻ കഴിയില്ല എന്ന് കൃത്യമായും ബി.ജെ.പിയുടെ ആഭ്യന്തര റിപ്പോർട്ടിനകത്ത് പറയുന്നു. എവിടെയൊക്കെയാണ് പാളുക എന്നല്ലേ? പാളുന്നത് ഒന്ന് ബംഗാളിലാണ്. ബംഗാളിൽ കഴിഞ്ഞ തവണ ലഭിച്ച സീറ്റുകൾ ഇത്തവണ ഒരിക്കലും ലഭിക്കില്ല എന്ന് ബി.ജെ.പി. നേതൃത്വത്തിനും അറിയാം, ആഭ്യന്തര റിപ്പോർട്ട് തയ്യാറാക്കിയ ഏജൻസിക്കും അറിയാം. അതുകൊണ്ട് തന്നെ ബംഗാളിൽ കഴിഞ്ഞ തവണ ലഭിച്ച സീറ്റ് നിലനിർത്താൻ കഴിയില്ല. പിന്നെ സീറ്റുകൾ നഷ്ടപ്പെടാൻ സാധ്യതയുള്ളത് ബീഹാറിലാണ്. ബീഹാറിൽ JDU കഴിഞ്ഞ തവണ കൂടെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് നേട്ടമുണ്ടാക്കാൻ ബി.ജെ.പി. കഴിഞ്ഞിരുന്നു. ഇത്തവണ JDU ബി.ജെ.പിയുടെ കൂടെയില്ല. അതുമാത്രമല്ല, JDU ഇന്ത്യ മുന്നണിയുടെ ഭാഗവും കൂടിയാണ് എന്ന് വെച്ചാൽ നേരെ മറുപുറത്താണ് ഇപ്പോൾ JDU ഉള്ളത്. അതുകൊണ്ട് തന്നെ ബീഹാറിൽ കഴിഞ്ഞ തവണ ലഭിച്ച സീറ്റുകൾ നിലനിർത്താൻ കഴിയില്ല എന്ന് കൃത്യമായും ബി.ജെ.പി. മനസ്സിലാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ തവണ ശിവസേന ഒപ്പമുണ്ടായിരുന്നു. ശിവസേന എന്ന് പറഞ്ഞാൽ ഒറ്റക്കെട്ടായി നിൽക്കുന്ന ശിവസേനയാണ് ഒന്നിച്ചുണ്ടായിരുന്നത്. അതിന് നേട്ടം ബി.ജെ.പിക്ക് ഉണ്ടായിരുന്നു. UP കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. ആ മഹാരാഷ്ട്രയിൽ ശിവസേന വിവിധ കഷ്ണങ്ങളായി മാറുകയും അതിൽ പ്രധാനപ്പെട്ട വിഭാഗം ബി.ജെ.പി. വിരുദ്ധ മുന്നണിയിൽ നിൽക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ നേടിയ സീറ്റുകൾ ഇത്തവണ നേടാൻ കഴിയില്ല എന്നും അത് ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്നും ബി.ജെ.പി. കണക്ക് കൂട്ടുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ബി.ജെ.പി. ഇപ്പോൾ കരുക്കൾ നീക്കുന്നത് ദക്ഷിണേന്ത്യയിലേക്കാണ്. ദക്ഷിണേന്ത്യയിൽ നിന്ന് 84 സീറ്റിൽ ജയിച്ചു വരണം എന്നാണ് ബി.ജെ.പി. ലക്ഷ്യമിടുന്നത്. എത്രയാണ്? 84 സീറ്റ്. എത്ര സീറ്റുകളാണ് ദക്ഷിണേന്ത്യയിലുള്ളത്? ആകെ ദക്ഷിണേന്ത്യയിൽ ഉള്ള സീറ്റുകൾ 131 സീറ്റാണ്. ആ 131 സീറ്റിൽ 84 സീറ്റ് നേടണം എന്നാണ് ബി.ജെ.പി. കണക്ക് കൂട്ടിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ അടുത്ത തവണ ഒരു സുസ്ഥിരമായ ഭരണം കാഴ്ചവെക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് ബി.ജെ.പിയുടെ ആഭ്യന്തര റിപ്പോർട്ട് മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ മനസ്സിലായല്ലോ മോദി എന്തിനാണ് ദക്ഷിണേന്ത്യയിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന്. കേരളത്തിൽ വന്നും പോയിക്കൊണ്ടിരിക്കുന്നു, ഇനി ഇതാ തമിഴ്നാട്ടിലേക്ക് പോകുന്നു, അതിനുശേഷം തെലങ്കാനയിലേക്ക് പോകുന്നു, അത് കഴിഞ്ഞ് വീണ്ടും കേരളത്തിലേക്ക് വരും എന്നാണ് കേൾക്കുന്നത്. എന്ന് വെച്ചാൽ മോദി ഇത്തവണ ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ചായിരിക്കും പ്രവർത്തിക്കുക എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. മോദി തരംഗം ദക്ഷിണേന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് എന്നും അത് പരമാവധി വോട്ടാക്കി മാറ്റണമെന്നുമാണ് ബി.ജെ.പിയുടെ കണക്കുകൂട്ടൽ. അതനുസരിച്ച തന്ത്രങ്ങളാണ് ബി.ജെ.പി. ആവിഷ്കരിക്കുന്നത്. അതിന് നേതൃത്വം കൊടുക്കുന്നത് നരേന്ദ്രമോദി തന്നെയാണ്. ബി.ജെ.പിയുടെ തുരുപ്പ് ചീട്ടായ നരേന്ദ്രമോദി തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ബി.ജെ.പി. ഇപ്പോൾ ദക്ഷിണേന്ത്യയിലേക്ക് ഇത്രയും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. രാമൻ വന്നിട്ടും രാമക്ഷേത്രം വന്നിട്ടും ഉത്തരേന്ത്യയിൽ കഴിഞ്ഞ തവണത്തെ സീറ്റുകൾ നിലനിർത്താൻ ബി.ജെ.പിക്ക് കഴിയില്ല എന്ന് വരുമ്പോൾ രാമക്ഷേത്രം ഇല്ലെങ്കിൽ ബി.ജെ.പിയുടെ അവസ്ഥ എന്താകും എന്ന ചോദ്യവും അവിടെ ഉയരുന്നുണ്ട്. രാമക്ഷേത്രം ഉണ്ടായിട്ട് പോലും അതിൻ്റെ പ്രവർത്തനങ്ങളിൽ മുൻപന്തിയിൽ നിന്ന് ഞങ്ങളാണ് രാമക്ഷേത്രം കൊണ്ടുവന്നത് എന്ന് വാദിച്ച് അത് സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ടും ഇത്രയും സീറ്റുകൾ കിട്ടില്ല എന്ന് വരുമ്പോൾ ബി.ജെ.പി. എത്രമാത്രം ജനങ്ങളിൽ നിന്ന് അകന്നുപോയി എന്നുകൂടി നാം മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെയാണ് രാമക്ഷേത്രം അടുത്ത തെരഞ്ഞെടുപ്പിലെ പ്രധാന വിഷയമാക്കി മാറ്റാൻ ബി.ജെ.പി. തയ്യാറായത് എന്നും അതിൽ ബി.ജെ.പി. അല്പമെങ്കിലും മുന്നോട്ട് പോയിട്ടുണ്ട് എന്നതും ഒരു വസ്തുതയാണ്. എന്നാൽ അത് മാത്രം പോരാ. അതുകൊണ്ടാണ് ദക്ഷിണേന്ത്യയിൽ നിന്ന് 84 സീറ്റുകൾ വിജയിക്കണമെന്ന കണക്കുകൂട്ടലിലേക്ക് എത്തിയിരിക്കുന്നത്. നമുക്ക് ദക്ഷിണേന്ത്യയിലെ ഇപ്പോഴത്തെ ബി.ജെ.പിയുടെ അവസ്ഥ എങ്ങനെയാണെന്ന് നോക്കാം. തെലങ്കാനയിൽ 17 സീറ്റാണ് ആകെയുള്ളത്. അതിൽ 4 സീറ്റാണ് ബി.ജെ.പിക്ക് ലഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ തവണ. ഇത്തവണ അത് 10 സീറ്റാക്കി വർദ്ധിപ്പിക്കണം എന്നാണ് അവരുടെ കണക്കുകൂട്ടൽ. ആന്ധ്രയിൽ കഴിഞ്ഞ തവണ ബി.ജെ.പിക്ക് സീറ്റേ ഇല്ല. ഇത്തവണ സഖ്യകക്ഷികളെ കൂട്ടിച്ചേർത്ത് അവിടെയും സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണം എന്ന കണക്കുകൂട്ടൽ നടത്തുന്നുണ്ട്. അവിടെ ഇത്തവണ സഖ്യകക്ഷികളെ ഇതുവരെയും കിട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ കിട്ടുമോ എന്നറിയില്ല. അതിനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇന്നത്തെ സ്ഥിതിയിലാണെങ്കിൽ ആന്ധ്രയിൽ നിന്ന് ഒരു സീറ്റും ഇത്തവണയും ബി.ജെ.പിക്ക് ലഭിക്കാൻ സാധ്യത വളരെ വളരെ കുറവാണ്. അതോടൊപ്പം തന്നെ കർണാടകയിലാണ് അല്പമെങ്കിലും പ്രതീക്ഷയുള്ള ബി.ജെ.പിക്ക്. നേരത്തെ കർണാടകയിൽ ബി.ജെ.പി. ഭരണമായിരുന്നു. ബി.ജെ.പി. കർണാടകയിൽ 25 സീറ്റുകളിൽ 28ൽ 25 സീറ്റ് ബി.ജെ.പി. നേടിയിരുന്നു.
ആ 25 സീറ്റ് ഇത്തവണ നിലനിർത്താൻ കഴിയില്ല എന്ന കാര്യം സംശയമേ വേണ്ട. അങ്ങനെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് JDS-നെ ഒപ്പം കൂട്ടിയിരിക്കുന്നത്. എന്നിട്ടും രക്ഷയുണ്ടാകാൻ സാധ്യതയില്ല എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഏതായാലും 25 എന്ന കഴിഞ്ഞ തവണത്തെ നമ്പറിൽ ഇത്തവണ അവിടെ എത്തില്ല. പിന്നെ എവിടെ നിന്നാണ് BJP 84 സീറ്റുകൾ ജയിക്കുക എന്ന ചോദ്യം വരുന്നുണ്ട്. തമിഴ്നാട്ടിൽ ഇപ്പോൾ BJPക്ക് 0, കേരളത്തിലും BJPക്ക് 0. കേരളത്തിൽ BJP ലക്ഷ്യമിടുന്നത് 6 സീറ്റുകളാണ്. 6 സീറ്റുകളിൽ ജയിക്കണം എന്നാണ്. 4 സീറ്റുകളിലെങ്കിലും ജയിച്ചേ തീരൂ എന്ന നിലപാടെടുക്കുന്നു. ഇനി എന്ത് വില കൊടുത്തും തൃശ്ശൂരും തിരുവനന്തപുരം ജയിക്കണം എന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. ഇല്ലെങ്കിൽ കേരളത്തിലെ BJP നേതാക്കളുടെ തലയുരുളും എന്ന അന്ത്യശാസനവും മോദി നൽകിയിട്ടുണ്ട് എന്ന വിവരമാണ് ലഭിക്കുന്നത്. പക്ഷേ കേരളത്തിൽ ഒരു സംശയം വേണ്ട, ഇനി മോദി ഇവിടെ വന്ന് തമ്പടിച്ചു നിന്നാലും, ഇനി മോദി വന്ന് കേരളത്തിൽ മത്സരിച്ചാലും ജയിക്കാൻ കഴിയില്ല എന്ന കാര്യം സംശയമില്ല. അതാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ മനസ്സ്. തമിഴ്നാടും സമാന രീതിയിൽ തന്നെയാണ്. മാക്സിമം പോയാൽ 2 സീറ്റ്, അതിനപ്പുറത്തേക്ക് പോകില്ല. അതുതന്നെ വളരെ പ്രയാസമാണ് എന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ എങ്ങനെയാണ് ദക്ഷിണേന്ത്യയിൽ നിന്ന് 84 സീറ്റ് നേടാൻ BJP ലക്ഷ്യമിടുന്നത് എന്ന് ചോദിച്ചാൽ അതാണ് അവരുടെ ദിവാസ്വപ്നം എന്ന് പറയുന്നത്. ആ ദിവാസ്വപ്നത്തിലാണ് അവരിപ്പോഴുള്ളത്. മലർപ്രൗഢിക്കാരൻ്റെ സ്വപ്നം പോലെ അത് അവസാനം പൊട്ടിത്തകർന്ന് താഴെ വീഴും എന്ന കാര്യം സംശയമേ വേണ്ട. ഏതായാലും അത്ര എളുപ്പമല്ല BJPക്ക് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്നാണ് BJPയുടെ തന്നെ ആഭ്യന്തര റിപ്പോർട്ട് പറയുന്നത്. അത് കൂടി കണക്കിലെടുത്തുകൊണ്ട് തീവ്ര ഹിന്ദുത്വ ലൈൻ കൂടുതൽ ശക്തമാക്കാൻ BJP തയ്യാറാകും. അതുകൊണ്ട് മതേതര മനസ്സുള്ള മതേതര രാഷ്ട്രീയ പാർട്ടികൾ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടി വരും എന്നതാണ് BJPയുടെ ആഭ്യന്തര റിപ്പോർട്ട് പുറത്തുവിട്ടുകൊണ്ട് ദേശീയ മാധ്യമങ്ങൾ പറയുന്നത്.